ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സുധ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ സാരിയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഒരുവിധം സാരി ലവേഴ്സിനൊക്കെ അറിയുന്നൊരു ബ്രാൻഡായിരിക്കും സുധ. ഇവരുടെ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റാണ്. കൂടാതെ ഇവരുടെ സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് സാരി ഫോളൊന്നും ഫിക്സ് ചെയ്യേണ്ട. ഓൾറെഡി ഇവരതൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് സാരി തരുന്നത്. ബ്ലൗസ് പീസ് ഞാൻ മുറിച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് തോന്നി ബ്ലാക്ക് ബ്ലൗസ് ആയിരിക്കും ഈ സാരിക്ക് കുറച്ചും കൂടെ മാച്ച് ആവാന്ന്. ഇപ്പോൾ കാണുന്ന പോർഷനാണ് ബ്ലൗസ് പീസ്. അപ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡുള്ള സാരിയാണ്. അപ്പം എന്നും സാരി ഉടുക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രേപ്പിംഗ് ആണ്. അത് ഫൈനലി സാരി ഉടുത്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഡിഫറൻസ് എന്ന്. അതിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഈ സാരി ഡ്രേപ്പ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണത് വ്യത്യസ്തമാകുന്നത്. ആദ്യം തന്നെ നോർമലി സാരി എടുക്കുന്നത് പോലെ തന്നെയുള്ള ആക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പല്ലു പോർഷൻ മെഷർ ചെയ്തിട്ട് വെക്കുന്നു. ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് വെച്ചാൽ മതി. ഒരു ഏകദേശ അളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. ഈ സാരി ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു പ്ലീറ്റ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സുധ സാരിയുടെ ഒരു പ്രത്യേകതയാണ്, നല്ല ഒലഞ്ഞു കിടക്കുന്ന സാരി ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും സാരിയുടെ മെറ്റീരിയൽ. അത് കഴിഞ്ഞ് നമ്മൾ താഴത്തെ പ്ലീറ്റ്സാണ് ഇനി എടുക്കേണ്ടത്. താഴത്തെ പ്ലീറ്റ്സ് എടുക്കുമ്പോഴും ഇതുവരെ എല്ലാം വളരെ നോർമലാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നോർമലി താഴത്തെ പ്ലീറ്റ്സ് എടുക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഈ സാരി ബട്ടർ സോഫ്റ്റാണ്, അതുകൊണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല പ്ലീറ്റ്സ് എടുക്കാനും. പല്ലുവിൻ്റെ പ്ലീറ്റ്സ് എടുക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം ബ്ലൗസ് പീസ് മുറിക്കാത്തതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലീറ്റ്സ് ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ സൂക്ഷിച്ച് കാണണം. നമ്മൾ എടുത്ത പ്ലേറ്റ്സിനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. അതായത് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വിരിച്ച് കുറച്ച് പരത്തി അറേഞ്ച് ചെയ്യണം. ഭയങ്കര എളുപ്പമാണ്, കാണുന്നത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒന്നിന് പുറകിലൊന്നായിട്ട് ഇങ്ങനെ പരത്തി അറേഞ്ച് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ നടുക്കാണല്ലോ പ്ലീറ്റ്സ് ടക്കിൻ ചെയ്യുക. ഇത് നമ്മുടെ ഒരു സൈഡിൽ, ഞാനിപ്പോൾ എൻ്റെ വലത്തെ സൈഡിലേക്കാണ് ഇത് ടക്കിൻ ചെയ്യുന്നത്. സൈഡിലേക്ക് എക്സ്ട്രാ ഫാബ്രിക് വരുന്നൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് വലിച്ച് കുത്തിയാൽ മതി. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബട്ടറി സോഫ്റ്റാണ്. നിങ്ങളൊരു സാരി ലവർ ആണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു ബ്രാൻഡാണ് സുധ. അത് കഴിഞ്ഞിട്ട് പല്ലു പോർഷൻ ഞാൻ ഒന്നുകൂടെ അഴിച്ചിട്ട് ഒന്നുകൂടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പല്ലു അഴിച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഈ സാരിയുടെ ഒരു ഫിനിഷിങ് ലുക്ക് വരുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ്സ് സൈഡിലേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഡെഫിനിഷൻ കാണണമെങ്കിൽ ഇതിൻ്റെ പല്ലു ഒന്നും കൂടെ നമ്മൾ അഴിച്ചിട്ട് ഫിക്സ് ചെയ്യണം. അപ്പം ഈ സാരി വളരെ സോഫ്റ്റാണ് ഹാൻഡിൽ ചെയ്യാൻ, അതുകൊണ്ട് എനിക്ക് പല്ലൊന്നും എടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു കീ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല്ലു ഫിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൈഡിലേക്ക് വലിക്കണം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മെർമെയ്ഡ് ഡ്രേപ്പിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മെർമെയ്ഡ് ഡ്രേപ്പിംഗ് എന്താണെന്ന് ചോദിക്കുന്നവരോട് അത് വീണ്ടും ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പ്ലീറ്റ്സ് ഡിഫൈനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ ഇത്ര നേരമായിട്ടും ഒരു പിന്ന് പോലും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഈ ഒരു സാരിയുടെ ടെക്സ്ചർ തന്നെയാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ സാരി ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി ഡ്രേപ്പിംഗ് എന്നേ ഞാൻ പറയുള്ളൂ. അടിപൊളിയാണ്. നമ്മളെന്നും സാരി എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്ത് നോക്കണം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫുൾ ലുക്ക് നമുക്കൊന്ന് കാണാം. ഇതാണ് ഫുൾ ലുക്ക്. സാരി അടിപൊളിയാണ്, സാരി എടുത്തിരിക്കുന്നത് ഞാനും അടിപൊളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയിൽ മറ്റൊരു ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.